ത്രിഫല എന്ന് പറഞ്ഞാൽ 3 ഫലങ്ങളാണ്. കടുക്ക, നെല്ലിക്ക, താന്നിക്ക. കടുക്കയുടെ തോട ഉപയോഗിക്കുക, അത് ഉണക്കി പൊടിക്കും. നെല്ലിക്കയുടെ തോട് ഉണക്കി പൊടിക്കും. താന്നിക്കയുടെ തോട് ഉണക്കി പൊടിക്കും. അത് സമമായിട്ടും അല്ലാതെ ഉപയോഗിക്കും. അത് 3 സമമായിട്ട് എടുക്കുന്ന ഒരു വിഭാഗമുണ്ട്. അത് യുക്തിക്കനുസരിച്ച് ചേർക്കാവുന്നതാണ്. സമമായി എടുത്താലും കുഴപ്പമില്ല. ഒരു കടുക്ക ജാസ്തി, നെല്ലിക്ക കുറച്ച് കുറവ്, താന്നിക്ക അതിലും കുറവ്, അങ്ങനെയായിട്ട് ഉപയോഗിക്കാം. നെല്ലിക്ക ജാസ്തി ഉപയോഗിക്കാം ചില ആൾക്കാർക്ക്. താന്നിക്കയും കടുക്കയും ഈക്വലായിട്ട് എടുക്കാം ചിലവർ. എങ്ങനെയായാലും ഈ 3ഉം ചേർത്തിട്ടുള്ളൊരു ചേരുവയ്ക്കാണ് ത്രിഫല. 3 ഫലങ്ങൾ ഉണക്കപ്പൊടി. ത്രിഫല എന്ന് പറഞ്ഞാൽ 3 ത്രി എന്ന് പറഞ്ഞാൽ 3 എന്നർത്ഥം സംസ്കൃതത്തിൽ. അതിൻ്റെ ഫലങ്ങൾ 3 ഫലങ്ങൾ: കടുക്കത്തോട്, നെല്ലിക്കത്തോട്, താന്നിക്കത്തോട്. ഇതിനാണ് ത്രിഫല എന്ന് പറയുക. അത് തേനും നെയ്യും ചേർത്ത് കഴിക്കുകയാണെങ്കിൽ അത് നിശിനേത്ര ബലായജ. രാത്രി കഴിക്കുകയാണെങ്കിൽ കണ്ണിൻ്റെ ബലത്തിന് നന്നായിരിക്കും. കണ്ണിലുണ്ടാകുന്ന മറ്റു അതിൻ്റെ ഈ പ്രായം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ, ഈ നേർവ്സിൻ്റെ രോഗങ്ങൾ ഒന്നും സംഭവിക്കില്ല. കണ്ണിന് കാഴ്ചശക്തി ഒട്ടും കുറയാതെ നിലനിൽക്കും. നേത്രത്തിന് ബലം കിട്ടും എന്നർത്ഥം. പിന്നെ അത് ഈ കടുക്ക ഉപയോഗിക്കുന്നതുകൊണ്ട് കുറേ ആൾക്കാർ തെറ്റിദ്ധാരണയുണ്ട്. അത് മറ്റേ ചില എൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ടാക്കും, മറ്റാണ് മറിച്ചാണ് കുറേ പറച്ചിലുണ്ട്. ചില തെറ്റായ ധാരണകൾ പരന്നു പോയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ വളരെ അശാസ്ത്രീയമായിട്ടുള്ള പ്രസ്താവനകളും അത് തെളിയിക്കപ്പെടാത്തതുമാണ്. കടുക്ക ഒരു രസായനമാണ്. ത്രിഫലയും രസായനമാണ്. കടുക്ക നെല്ലിക്കും താന്നിക്കാൻ ഈ കടുക്കയ്ക്ക് ഉഷ്ണവീര്യം, നെല്ലിക്കയ്ക്ക് ശീതവീര്യമാണ്. എന്നാൽ ഈ താന്നിക്ക വിഭാഗത്തിൽ എരിവ് രസത്തിൻ്റെ ഗുണം ചെയ്യുക. കേശ്യമാണ്, മുടിക്ക് നല്ലതാണ്. കടുകാകം ഹിമം കേശ്യം അക്ഷം ഈഷശ്ച തൽഗുണം എന്നതിൻ്റെ പറയുന്നുണ്ട്. ഈ കടുക്കയും നെല്ലിക്കയും താന്നിക്കും രസായനം പറയും, ത്രിഫല രസായനം. ത്രിഫല സർവരോഗഗ്നി മേധായു സ്മൃതിബുദ്ധിത യം രസായനവര ത്രിഫല അക്ഷ്യാമയാവഹ എന്നൊക്കെ കടുക്കയും നെല്ലിക്കയും താന്നിക്കയുടെ ചേരുവ ത്രിഫലയെക്കുറിച്ചുള്ള വളരെയധികം രസായന പ്രയോഗങ്ങളും ചില ഔഷധക്കൂട്ടുകളും തനിതായിട്ടുള്ള ഔഷധക്കൂട്ടുകളും ചില എണ്ണകളും ഒക്കെ പറയുന്നുണ്ട്. തേനും നെയ്യും ചേർത്ത് കഴിക്കാവുന്ന ചില ആൾക്കാർ പറയും തേനും നെയ്യും ഈക്വലായിട്ട് ചേർത്താൽ അത് വിഷമാണെന്ന് പറയും. ചിലവർ പാടില്ല എന്ന് പറയും. തേനും നെയ്യും ഈക്വലായിട്ട് ചേർത്ത് ഉപയോഗിക്കാൻ പാടില്ല. അത് ശരിയാണ്. വിരുദ്ധമായിട്ടും വിഷമായിട്ടും പറയുന്നുണ്ട്. മധുസർപ്പിർ വശാതയിലും പാനീയാനി ദിശസ്ത്രിശ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് തേനും നെയ്യും ഈക്വലായിട്ടല്ല ഉപയോഗിക്കാം. അതിൻ്റെ കൂടെ ത്രിഫല ചേരുമല്ലോ. ഈ തേന് നെയ്യൊരു യോഗവാഹിയാണ്, തേനും അതെ. ത്രിഫല ചേരുമ്പോൾ ഈ ഏന സംയുജ്യത തസ്യകാര്യം ഭവതീതി ആണ്. ഏതിൻ്റെ കൂടെ ചേരുന്നോ അതിൻ്റെ ഗുണമാണ് അത് ചെയ്യുക. ത്രിഫലയുടെ കൂടെ ചേരുമ്പോൾ ത്രിഫലയുടെ എഫക്റ്റിനെ ത്വരിതപ്പെടുത്തും തേനും നെയ്യും ചേർത്താൽ. അപ്പോൾ ഈ മധു സർപ്പിസും തേനും നെയ്യും ഈ തുല്യമല്ലാത്ത അളവിൽ ചേർക്കും. ഇപ്പോൾ തേൻ ഇരട്ടി ചേർക്കും, നെയ്യ് അതിൻ്റെ പകുതി ചേർക്കും, തേനിൻ്റെ അത്രയും ത്രിഫലയും ചേർക്കും. 1 സ്പൂണ് തേന്, 1 സ്പൂണ് നെയ്യ്, 1/2 സ്പൂണ് ത്രിഫല അങ്ങനെ ചേർക്കണമുണ്ട്. അത് ഇഷ്ടം പോലെ ചെയ്യാം, വ്യത്യസ്ത അളവിൽ ചേർക്കാം. അത് അവനവൻ്റെ ടേസ്റ്റ് അനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കാം. എങ്ങനെയായാലും ഒരു കഷ്ണം, അതായത് 3 ഗ്രാമെങ്കിലും ത്രിഫല വേണം ഡെയിലി. അത് നിത്യം ഉപയോഗിക്കുകയാണെങ്കിൽ നേത്രസംബന്ധമായുള്ള രോഗങ്ങൾ, ഓർമ്മക്കുറവ്, മേധ, ആയു, സ്മൃതി, ബുദ്ധി, പിന്നെ ചക്ഷുഷ്യം, ചേതി അങ്ങനെയുള്ള ഗുണങ്ങൾ തേനിന് പറയുന്നുണ്ട്. നെയ്യിന് പറയുന്ന കുറേ ഗുണങ്ങൾ പറയുന്നുണ്ട്. ആ നെയ്യിൻ്റെ ഗുണവും തേനിൻ്റെ ഗുണവും ത്രിഫലയുടെ ഗുണവും കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന വിശിഷ്ടമായ ഗുണങ്ങൾ അത് നിത്യം ഉപയോഗിച്ച് അനുഭവസിദ്ധമാക്കണം എന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത്. അത് നിത്യം ഒരു മാസക്കാലമെങ്കിലും, ഒരു കൊല്ലക്കാലം നിത്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അവനവന് ബോധ്യപ്പെടും. അതിലൊരു ക്ഷമ കാട്ടി ഒരു കൊല്ലക്കാലം അത് നിത്യം ശീലിക്കുകയാണെങ്കിൽ അവർക്കത് ബോധ്യമാവും. അതിന് ലാബിലൊന്നും കൊണ്ടേ പരിശോധിച്ചിട്ട് അതിൻ്റെ റിപ്പോർട്ട് എടുത്തിട്ട് അതുപോലെ ചെയ്യാനൊന്നും പറ്റില്ല. സ്വയം കർമ്മഭിസ്തു അനുമീയന്തേ, കർമ്മം കൊണ്ട് മാത്രമേ അനുമാനിക്കാൻ പറ്റുള്ളൂ ത്രിഫലയും തേനും നെയ്യും വീട്ടിലെ രാത്രിത്തെ പ്രയോഗത്തിന്. അതൊരു നിത്യരസായനമായിട്ടുള്ള സ്റ്റേജിലേക്ക് മനുഷ്യനെ ഉയർത്തും. നിത്യരസായന സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സത്യവാദിനും അക്രോധം അധ്യാത്മപ്രവണയ നിരം ശാന്തം സദൃതനിരതം വിദ്യ നിത്യരസായനം. ആ നിത്യരസായനത്തിൻ്റെ സ്റ്റേജിലേക്ക് ഉയർത്താൻ ഉതകുന്നതായിട്ടുള്ള ഒരു ശേഷിയുള്ള ഒരു പ്രയോഗമാണ് ത്രിഫല. മധുസർപ്പിർഭ്യം
അത് നിത്യ രസായനം ഇതന്നെ ഒരു രസായനമാണ്. ആ രസായനം നിത്യം ശീലിക്കുന്നതുകൊണ്ട് നമ്മളെ മനോഭാവം നിത്യരസായന സ്റ്റൈലിലേക്ക് വരും. സത്യം പറയുന്ന സ്വഭാവം ഉണ്ടാകും. സത്യവാചനം, സത്യത്തിനെക്കുറിച്ച് സത്യം മാത്രമേ പറയൂ, അസത്യമായിട്ടുള്ള പറയാൻ നിൽക്കില്ല. ദേഷ്യം ഉണ്ടാവില്ല, അക്രോധം. പിന്നെ ആത്മീയ കാര്യങ്ങളിൽ ഇന്ദ്രിയങ്ങളിൽ എപ്പോഴും വ്യാപൃതരാകും. ശാന്ത സ്വഭാവം ഉണ്ടാവും, സദാചാര നിഷ്ഠയുണ്ടാവും. പിന്നെ ഇതൊക്കെ ഉണ്ടായാൽ തന്നെ നിത്യം രസായനം സേവിക്കുന്നതിന് തുല്യമാണ്. ഈ അവസ്ഥ ആർജിക്കാനാണ് രസായന പ്രയോഗങ്ങളും മൊത്തം ആയുർവേദവും എല്ലാ മനുഷ്യജന്മവും തന്നെ. അപ്പോൾ ജന്മസാഫല്യം വരും ഈ ത്രിബല മത്സർപ്പിർഭ്യം നിശിനേത്ര ബലായുധ എന്നുള്ളത് ആചരിക്കുന്നുണ്ടെന്നാണ് അതിന് അർത്ഥമാക്കുന്നത്. പിന്നെ അതിന് ചില ആൾക്കാർ അവർ വഴിവിട്ടി പോകുന്നുണ്ടാവും, അതൊക്കെ അത് എന്നാലും അതിന് ഏറ്റക്കുറച്ച്, എന്നാലും ഏകദേശം ഈ ഗുണങ്ങളൊക്കെ കാണാറുണ്ട് അതിന്. കാരണം അസത്യം പറയാൻ ഒരു മടി കാണും. പിന്നെ സത്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളോട് സപ്പോർട്ട് ചെയ്യാൻ ഒരു മടി കാണും. ദേഷ്യം വരില്ല, അത് ഉറപ്പാണ്. അത് എൻ്റെ ഉപയോഗിച്ച് അത് 6 മാസം കൊണ്ട് തന്നെ അറിയാൻ പറ്റും. പിന്നെ ആത്മീയ കാര്യങ്ങളിൽ ഇന്ദ്രിയങ്ങളിൽ വ്യാപൃതരാകും. അല്ലാതെ ഭൗതിക നൈമിഷികമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടില്ല അധികം. അതൊക്കെ അനുഭവമായിട്ടുള്ളതാണ്. അത് അതിന് 1 കൊല്ലം വേണ്ട, ഒരു 6 മാസം കൊണ്ട് ധാരാളം. പിന്നെ കണ്ണിന് ശക്തി കൂട്ടുക എന്ന് പറഞ്ഞാൽ ഈ ബാഹ്യമായ കണ്ണ് മാത്രമല്ല, ആന്തരികമായ കണ്ണും കൂടി ഉണ്ടതില്ല. നേത്രം എന്ന് പറഞ്ഞെങ്കിൽ ബാഹ്യമായ നേത്രമുണ്ട്, ഇന്നർ ഐ ഉണ്ട്. എൻ്റെ ഈ എന്താ പറയുക, ജ്ഞാനക്കണ്ണ്, അകക്കണ്ണും കൂടി തുറക്കപ്പെടും. അത്രയും ശ്രേഷ്ഠമായിട്ടാണ് ത്രിപുല സേവിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന ഗുണം. അത് സാധാരണക്കാർക്ക് അറിയാതെ പോയി. പണ്ട് കാലത്ത് ഇവിടെ നമ്മൾ ശീലിച്ചിരുന്നതാണ്, അതില്ലാണ്ടായി പോയി. പിന്നെ അതൊരു ഔഷധത്തിൻ്റെ ഭാഗമായിട്ട് എടുത്തു ആൾക്കാർ. കടുക്കയെക്കുറിച്ച് വല്ല അപഖ്യാതിയുണ്ട്, അതുകൊണ്ടും വെറുതെ വന്നു. പിന്നെ അത് അത്ര വലിയ സ്വാദുള്ളതല്ല, കുറച്ച് നേരം വായിൽ വെച്ചുകൊണ്ടിരുന്ന മധുരസം വരും. പിന്നെ പ്രമേഹം ഉണ്ടാവില്ല ഇത് കഴിച്ചാലേ. ഈ പ്രമേഹം ഉണ്ടാവില്ല, മേധസ് ഉണ്ടാവില്ല, രക്തകഫജമായിട്ടുള്ള രോഗങ്ങളൊന്നും ഉണ്ടാവില്ല. കഫാസ്രജിത്താണ്. മേധോമേഹ കഫാസ്രജിത്ത് ഇയം രസായനവര ത്രിപുല അക്ഷ്യാമയാവഹ രോപണി ത്വഗതക്ലേദ. ത്വക്കുണ്ടാവുന്ന ക്ലേദങ്ങൾ ഉണ്ടാവില്ല. രോപണിയാണ്, ഛേദിയാണ്. ദുർമാംസം ഉണ്ടാവില്ല, ഫാറ്റ് ഉണ്ടാവില്ല, കൊളസ്ട്രോൾ കൂടില്ല, മേധസ് ഉണ്ടാവില്ല, മേധസ് പറഞ്ഞാൽ ഫാറ്റ്, പ്രമേഹം ഉണ്ടാവില്ല, കഫ രക്തജമായിട്ട് രോഗങ്ങളൊന്നും ഉണ്ടാവില്ല, ഹാർട്ടിന് നല്ലതാണ്, ഹൃദ്രോഗം ഉണ്ടാവില്ല, ഹാർട്ട് ബ്ലോക്കേജ് ഉണ്ടാവില്ല, എല്ലാ സ്രോതസ്സുകളും ശുദ്ധമാവും. അതായത് സുഖമാവും എന്നർത്ഥം. സുഖം എന്നുള്ള വാക്കിന് നമ്മൾ അർത്ഥം വാച്യാർത്ഥം എന്ന് പറഞ്ഞാൽ സുഷ്ടുഘം എന്നാണ്. സുഖം, ഘം എന്ന് പറഞ്ഞാൽ സ്രോതസ്. അപ്പോൾ നമ്മളെ സ്രോതസ്സിന് ശുദ്ധി ഉണ്ടാക്കാൻ ഉതകുന്നതാണ് രാത്രി സേവിക്കുന്ന തേനും നെയ്യും കൂട്ടി ചേർത്തിട്ടുള്ള ത്രിപുല. വേറെ ഒന്നും അതിന് ആവശ്യമില്ല. അത് വളരെ ചുരുങ്ങിയ അളവ് നിത്യം ഉപയോഗിച്ചുകൊണ്ട് എന്താ കുഴപ്പം? നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ, അത് ശീലിക്കണം. അത് ടേസ്റ്റ് നോക്കരുത്, അത്രയേ ഉള്ളൂ.